ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് 8 ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ സം സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ക്യാൻ ബി ബെനിഫിഷ്യൽ ഓർ നോൺ ബെനിഫിഷ്യൽ. ബെനിഫിഷ്യലും നോൺ ബെനിഫിഷ്യലും ആയിട്ടുള്ള സിറ്റുവേഷൻസ് തിരിച്ച് 2 ബോക്സുകളിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് വിത്ത് എ പെൻ. ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് എന്തെഴുതുന്നു? നോട്ട്ബുക്കിലേക്ക് എഴുതുന്നു. അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ദിസ് ഈസ് എ ബെനിഫിഷ്യൽ സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ് കേടാവുന്ന അവസ്ഥ, അല്ലെ, മെഷീൻസ് കേടാവുന്ന അവസ്ഥ വിച്ച് ഈസ് നോൺ ബെനിഫിഷ്യൽ. അത് നമുക്ക് ഉപകാരപ്രദമില്ലാത്ത കാര്യമാണ്, അല്ലേ. അതുകൊണ്ട് നോൺ ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി ഹോൾഡിങ് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെ, ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, അത് നിങ്ങൾക്കറിയാം ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആണ്, അല്ലേ. ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇതൊരു വസ്തുവിനെയും ഇപ്പോൾ നമ്മൾ ഒരു ചായക്കപ്പ് ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി അടുത്ത ഫ്യൂവൽ ലോസ്, ഇന്ധന നഷ്ടം നമുക്ക് ബെനിഫിഷ്യൽ അല്ല, അല്ലെ, നമുക്ക് ഉപകാരമില്ലാത്തൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നോൺ ബെനിഫിഷ്യൽ ആണെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. സോ ഇത് വളരെ എല്ലാ കുട്ടികളും ശരിയാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ടൊരു ബോക്സ് വരച്ചിട്ട് എക്സാം പേപ്പറിൽ ഒരു ബോക്സ് വരയ്ക്കുക. ഈ ഒരു ബോക്സ് വരച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സിറ്റുവേഷൻസ് സിമ്പിളാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ കിട്ടിയല്ലോ 2 മാർക്ക്. 20 മാർക്കിൽ 2 മാർക്ക് സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാഗ്നറ്റിസത്തിൽ നിങ്ങൾക്കറിയാം സോഫ്റ്റ് അയേണിൻ്റെയും സ്റ്റീലിൻ്റെയും കാര്യം പറയുന്നുണ്ട്, അല്ലേ. ഉരുക്കിൻ്റെ കാര്യം, മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ ഉരുക്കിൻ്റെ കാര്യം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. സോഫ്റ്റ് അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ സസെപ്റ്റബിലിറ്റി ഈസ് ഹൈ, അല്ലെ. സസെപ്റ്റബിലിറ്റി ഈസ് ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശകത, മലയാളത്തിൽ വശകത എന്നാണ് കേട്ടോ. അപ്പോൾ വശകത ഏറ്റവും കൂടിയ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സോഫ്റ്റ് അയേണിനാണ്, അല്ലേ. സോഫ്റ്റ് അയേൺ എന്ന് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ സസെപ്റ്റബിലിറ്റി ലോ ആർക്കാണ്? യെസ്, ഉറപ്പായിട്ടും സ്റ്റീലിനാണ്. ഓക്കെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ടാബുലേറ്റ് ചെയ്തിട്ട് എഴുതണം. ഇത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു 90% ചാൻസ് ഉണ്ട് കേട്ടോ. 90 to 95% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഫ്റ്റ് അയേണും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെയും ആ ഒരു സസെപ്റ്റബിലിറ്റിയും റിറ്റൻറ്റിവിറ്റിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി റിറ്റൻറ്റിവിറ്റി ഈസ് ഹൈ. റിറ്റൻറ്റിവിറ്റി ആർക്കാണ് ഹൈ? യെസ്, റിറ്റൻറ്റിവിറ്റി ഹൈ ആയിട്ടുള്ളത് അത് സ്റ്റീലിനാണ് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കണം. റിറ്റൻറ്റിവിറ്റി കൂടുതലുള്ളത് സ്റ്റീലിനാണ്. അതുപോലെ റീറ്റൻറ്റിവിറ്റി കുറവുള്ളത് സോഫ്റ്റ് അയേണിനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഓക്കെ. സോ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ബോക്സിലേക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. സസെപ്റ്റബിലിറ്റി കൂടുതൽ, റീറ്റൻറ്റിവിറ്റി കുറവ് ഉള്ളത് സോഫ്റ്റ് അയേൺ ആണ് കേട്ടോ. സസെപ്റ്റബിലിറ്റി കൂടുതലും റീറ്റൻറ്റിവിറ്റി കുറവുള്ളത് സോഫ്റ്റ് അയേണിനാണ്. ഇനി അതുപോലെ സസെപ്റ്റബിലിറ്റി കുറവും റീറ്റൻറ്റിവിറ്റി കൂടുതലുള്ളത് സ്റ്റീലിനാണ്. ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് അയേൺ എന്ന് പറയുമ്പോൾ സസെപ്റ്റബിലിറ്റി കൂടുതലാണ്, റീറ്റൻറ്റിവിറ്റി കുറവാണ് കേട്ടോ. സസെപ്റ്റബിലിറ്റി കൂടുതലാണ്, റീറ്റൻറ്റിവിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? സ്റ്റീലിൻ്റേത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. ഇത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. സോ അത്രയേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യനുകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.